الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഉന്നത സ്ഥാനം നേടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ മാതൃക തേടുന്നവനാണ്. മാതൃകയായി മുന്നിൽ കണ്ട് പലപ്പോഴും മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ രഹസ്യ ജീവിതവും സ്വകാര്യ ജീവിതവും ഒക്കെ തിരിച്ചറിയുമ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ എന്ന് പലപ്പോഴും കുണ്ഠിതത്തോടെ മനുഷ്യർക്ക് വിലപിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പകർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ലോകത്തേത് വിഷയത്തിലാണെങ്കിലും ശരി, നന്മയുടെ മുഴുവൻ കാര്യങ്ങളിലും പകർത്താവുന്ന ഒരു മാതൃക ലോകത്തിന്റെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ്. ആ സ്വർഗത്തിന്റെ വഴി ഏത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി റഹ്മാനായ റബ്ബ് ലോകത്തേക്ക് നിയോഗിച്ചയച്ച മഹാനായ പ്രവാചകൻ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ദീൻ ഒരു മനുഷ്യൻ പൂർത്തീകരിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ, അവിടുത്തെ ചര്യയെ സ്നേഹിക്കാതെ ഇഹപര വിജയം ഒരാൾക്ക് നേടുക സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഈ ലോകത്ത് റസൂലുള്ള പറയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിൽ സത്യം. ലോകത്ത് ജീവിക്കുന്ന ഒരു യഹൂദിയാകട്ടെ, നസ്രാനിയാകട്ടെ, ആരുമാകട്ടെ, എന്നെക്കുറിച്ച് കേൾക്കുകയും ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്തിലാണോ അതിൽ വിശ്വസിക്കുകയും ചെയ്യാതെയാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായും അവൻ നരകക്കാരനാവാതിരിക്കുകയില്ല. മുസ്ലിം റഹിമുള്ള ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതറിഞ്ഞിട്ട് ആ റസൂലിനെ കുറിച്ച് പഠിക്കാതെ, ആ റസൂൽ കൊണ്ടുവന്ന ആദർശത്തെ സ്നേഹിക്കാതെ, അതിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാതെ ഒരാൾ മരിച്ചു പോയാൽ യഹൂദിയാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മറ്റേത് വിഭാഗക്കാരനാകട്ടെ,
അവൻ നരകക്കാരനാകാതിരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തൊരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ അധ്യായം സൂറത്തു അഅറാഫിൽ 156-ാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. റഹ്മാനായ നാഥൻ അളവറ്റ കാരുണ്യത്തിന്റെ ഉദാര രൂപിയാണ്. ആ കാരുണ്യത്തിന്റെ ഉടമയായ റബ്ബിന്റെ കാരുണ്യത്തെ നമുക്ക് അളക്കുക സാധ്യമല്ല. കാരണം ഈ ലോകത്തെ സകല ജീവജാലങ്ങൾക്കുമിടയിൽ നമ്മൾ കാണുന്ന കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യം നൂറാക്കി ഭാഗ്യത്തിന്റെ ഒരംശം മാത്രമാണ്. അള്ളാഹു പഠിപ്പിക്കുന്നു, വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന അസ്സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. തീർച്ചയായും ആരാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത്, ആരാണ് സകാത്ത് നൽകാൻ തയ്യാറാകുന്നത്, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറാകുന്നത് ആരാണ്, അവർക്ക് എന്റെ കാരുണ്യം ഞാൻ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും, നിർബന്ധമായി ഞാൻ നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ എന്റെ കാരുണ്യം ലഭിക്കുന്നവരാരാണ് എന്നത് സൂറത്തു അഅറാഫിലെ തൊട്ടടുത്ത ആയത്തിൽ 157-ാമത്തെ ആയത്തിൽ വിശദമായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരാണ് റബ്ബിന്റെ ഈ കാരുണ്യം ലഭിക്കുന്ന ആളുകൾ? അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. അവരുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട പേര് പറയപ്പെട്ടിരിക്കുന്ന ആ മഹാനായ നിരക്ഷരനായ വ്യക്തിത്വമുണ്ടല്ലോ, ആ പ്രവാചകനാണത്. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അനുവദനീയമായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അവരോട് കൽപ്പിക്കുകയും നീചമായ മുഴുവൻ കാര്യങ്ങൾ അവർക്ക് വിരോധിക്കുകയും ചെയ്തു. മാത്രമല്ല വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ നല്ലതും അനുവദിച്ചു കൊടുക്കുകയും എല്ലാ മ്ലേച്ഛതയെയും നിഷിദ്ധമാക്കുകയും മാത്രമല്ല വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതീ കാനത് അലൈഹിം, അവരുടെ മുതുകിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭാരങ്ങളെല്ലാം അവരിൽ നിന്ന് താഴെ ഇറക്കി വെച്ചു. അവരുടെ പിരടികളിൽ ഒരുപാട് ചങ്ങലകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ചു. വിശാലമായ ആശയമാണ്. 14 നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ജനത ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരായിരുന്നു. ഷിർക്കിന്റെ ഭാരങ്ങൾ, ബിദ്അത്തിന്റെ ഭാരങ്ങൾ, അന്ധവിശ്വാസങ്ങളുടേതായ സ്വയം നിർമ്മിച്ചു കൂട്ടിയ ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരായിരുന്നവർ. ആ ഭാരം മുഴുവൻ ഇറക്കി വെച്ചു. തൗഹീദാകുന്ന സുന്ദര പ്രകാശത്തിലേക്ക് അവരെ നയിച്ചു. വൽ അഗ്ലാൽ അല്ലതീ കാനത് അലൈഹിം, ഒരുപാട് ചങ്ങലക്കെട്ടുകളിൽ ഉണ്ടായിരുന്നു അവരിൽ. ഒരുപാട് പ്രശ്നങ്ങളുടെ അടിമത്വത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ച് എല്ലാ ചങ്ങലകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തി സുരക്ഷിതനാക്കി മാറ്റി. എന്നിട്ട് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറു, ആ റസൂലിൽ ആര് വിശ്വസിക്കുകയും ആ റസൂലിനെ പിൻപറ്റുകയും വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ റസൂലിനെ സഹായിക്കുകയും ആ റസൂലിനെ ശക്തിപ്പെടുത്തുകയും റസൂലുള്ള കൊണ്ടുവന്ന പ്രകാശത്തെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ആ റസൂലിനെ അറിയണം, ആ റസൂലിനെ സഹായിക്കണം, ആ റസൂലിനെ സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. 3 വിഭാഗമായി മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകനുമായി ബന്ധപ്പെടുത്തി. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിയായ ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകൾ. അത് ചരിത്രത്തിൽ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. അവരുടെ വാദഗതികളെല്ലാം സമാനമാണ്. റസൂലിനോടുള്ള വിമർശനമല്ല, മറിച്ച് അപകീർത്തിപ്പെടുത്തൽ. വിമർശനത്തിന് ഇസ്ലാമിന് മറുപടിയുണ്ട്. വിമർശനമല്ല പലപ്പോഴും നടക്കുന്നത്, അപകീർത്തിപ്പെടുത്തലാണ്, അപഹാസ്യരാക്കാനുള്ള ശ്രമങ്ങളാണ്. ഈ വിഭാഗം ലോകത്തെന്നും ഉണ്ടായിരിക്കും. രണ്ടാമത്തേത്, റസൂലിന്റെ അനുയായികൾ എന്ന് വാദിക്കുന്ന ആളുകൾ. പക്ഷേ ആ റസൂലുള്ള കൊണ്ടുവന്ന സന്ദേശത്തെ കൃത്യമായി അറിയാതെ, നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കാതെ, റസൂലുള്ള പഠിപ്പിച്ചതിന്റെ പുറമെ പലതും നല്ലതല്ലേ എന്ന് പറഞ്ഞ്
റസൂലുള്ള പരിചയപ്പെടുത്തിയ ദീനിൽ കടത്തിക്കൂട്ടുന്ന ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ആ റസൂലിനെ ജീവനേക്കാളേറെ സ്നേഹിക്കുകയും ആ റസൂലുള്ളയുടെ സുന്നത്തിനെ ജീവിതത്തിന്റെ ഓരോ രംഗത്ത് കൊണ്ടുവരികയും ആ സുന്നത്തിന് വിരുദ്ധമായ ഏതൊക്കെയുണ്ടോ ആ ബിദ്അത്തുകളെ ജീവിതത്തിൽ നിന്ന് പിഴുതെറുകയും ചെയ്യുന്ന യഥാർത്ഥമായ പ്രവാചക സ്നേഹത്തിന്റെ ആളുകൾ ഈ മൂന്നാമത്തെ വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത്. കാരണം നമുക്കേറ്റവും സ്നേഹമാരോടാകണം? നമ്മെ സൃഷ്ടിച്ച കാരുണ്യവാനായ റബ്ബിനോടാകണം. ആ റബ്ബിനോടുള്ള സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, പറയുക പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പോൾ യഥാർത്ഥമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം റസൂലിനോടുള്ള സ്നേഹത്തിലൂടെയാണ്. അതിലേറ്റവും പ്രധാനമായി എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? അവിടുത്തെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അറിയാനും പഠിക്കാനുമുള്ള ശ്രമമുണ്ടാവുക എന്നതാണ്. ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഫി ഇൽമിൽ മഗാസി ഇൽമുദ് ദുനിയ വൽ ആഖിറ, പ്രവാചക ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ്, അതിന്റെ പഠനം, അതിൽ തീർച്ചയായും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇൽമ് മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ നമ്മൾ? മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ? സ്വന്തത്തോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. മാത്രമല്ല, പൂർവിക പണ്ഡിതരിൽ പ്രമുഖനായ ഇബ്നു ഹസം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇന്ന സീറത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമൻ തദബ്ബറഹാ തഖ്തലി തസ്ദീഖഹു ലറൂറത്തിൻ വതഷ്ഹദു ലഹു ബിഅന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖൻ ഫലൗ ലം തകുൽ ലഹു മുഅ്ജിസത്തുൻ ഗൈരി സീറതിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആ റസൂലുള്ളാഹിക്ക് ഒരു മുഅ്ജിസത്തും നൽകാതെ അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമായിരുന്നുള്ളതെങ്കിലും അത് തന്നെയും പ്രവാചകത്വത്തിന്റെ തെളിവാണ്. പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് മുഅ്ജിസത്ത് ഇല്ലാതെ തന്നെ ആ റസൂലുള്ളാഹിയുടെ ജീവിതം പഠിച്ചാൽ മതി, അത് തന്നെ പ്രവാചകത്വത്തിന്റെ തെളിവാണ് എന്നാണ് പൂർവികരായ പണ്ഡിതർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ പലവിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നും അതേ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അന്ന് ആളുകൾ ചോദിച്ചിരുന്നൊരു ചോദ്യം, വഖാലൂ മാലി ഹാദർ റസൂൽ യഅകുലു അത്അമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ. ഈ വന്നിരിക്കുന്നത് ആരാ? ഒരു മനുഷ്യൻ. എങ്ങനെയുള്ള മനുഷ്യൻ? ഭക്ഷണം കഴിക്കുന്ന, അങ്ങാടിയിലൂടെ യാത്ര പോകുന്ന ഒരു മനുഷ്യനെയാണോ അള്ളാഹു അയച്ചിരിക്കുന്നത്? ഒരു മലക്കിനെ അയച്ചിരുന്നുവെങ്കിൽ, താക്കീതുകാരനായ ഒരു മലക്ക് വന്നിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്നവർ ന്യായവാദം നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ റബ്ബ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെ, ലൈംഗിക ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക്, വിവാഹം കഴിക്കുന്ന കുട്ടികളുണ്ടാകുന്ന കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, കച്ചവടം നടത്തുന്ന മനുഷ്യർക്ക്, കച്ചവടം നടത്തി ജീവിച്ച തൊഴിലിന്റെ മേഖലയിൽ വിരാജിച്ച ഒരു വ്യക്തിത്വത്തെ, ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്നതിന് മനുഷ്യനായി ജീവിച്ചു. എന്നാൽ വഹ്യിന്റെ മഹത്വം അള്ളാഹു നൽകിയതിലൂടെ വേറിട്ട അതിമഹത്തായ ഒരു വ്യക്തിത്വത്തിന്റെ ഉദാഹരണമായി ലോകത്ത് ജീവിച്ചുപോയി എന്നതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാകണം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനം ഏതാണ്? എന്തിനു വേണ്ടിയാണ് അത് പഠിക്കുന്നത്? അത് ഇത്തിബാഇന് വേണ്ടിയാണ് എന്നാണ്. എനിക്കൊരു മാതൃക വേണം, ജീവിതത്തിന്റെ ഓരോ രംഗത്തും പകർത്താൻ എനിക്കൊരു മാതൃക വേണം. അതെനിക്ക് എവിടുന്ന് കിട്ടും? അബ്രപാളികളിൽ മിന്നിമറയുന്ന നായകന്മാരെന്ന് കിട്ടുമോ? രാഷ്ട്രീയ രംഗത്തെ നേതാക്കളിൽ നിന്ന് കിട്ടുമോ? സാമൂഹിക പരിഷ്കർത്താവായി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, നല്ലവരാണ്. പക്ഷേ ജീവിതത്തിന്റെ എല്ലാ വശവും
പരിശുദ്ധം, ഒരു പുഴുക്കുത്തുമില്ലാത്തവർ എന്ന് പറയാൻ സാധിക്കുന്നവർ ആരുണ്ട്? അത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വമാ ആതാകുമുർ റസൂലു ഫഖുദു, ആ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, ഏതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി നിങ്ങളെ വിരോധിച്ചത് അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം അല്ലാഹു പെട്ടെന്ന് തന്നെ ശക്തമായ ശിക്ഷ നൽകുന്നവനാണ്. അതുകൊണ്ട് ഇത്തിബാഴ് ആകണം പഠനത്തിന്റെ താല്പര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകർത്തുക എന്നതാകണം. പകർത്താനുള്ള ശ്രമം ഇന്ന് ലോകത്ത് നടത്തുന്നുണ്ട്. പക്ഷേ എവിടെ നമുക്ക് മാതൃക കിട്ടും? ചില കാര്യങ്ങളിൽ ചിലര് മാതൃകയാകും. ഒരു മാതൃകാ ഭരണാധികാരി എന്ന നിലക്ക് ഇന്നയാൾ മാതൃകയായിരുന്നു എന്നൊരു പക്ഷെ പറയാൻ കഴിയും. ഒരു ഉപ്പ എന്ന നിലക്ക് ഇന്നയാൾ മാതൃകയായിരുന്നു എന്ന് പറയാൻ കഴിയും. ഒരു കച്ചവടക്കാരൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു അയൽക്കാരൻ എന്ന നിലക്ക്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കൃത്യമായ മാതൃക എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏത് രംഗമാകട്ടെ അവിടെ കൃത്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ലോകത്തൊരു അത്ഭുതം ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മഹാന്മാര് ജീവിച്ചു പോയിട്ടും കൃത്യമായി ഒരു നേതാവിന്റെ, ഒരു മാതൃകയുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തത് അവിടെ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ഭരണകർത്താക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ മുഴുവൻ ചലനങ്ങളും ഒപ്പിയെടുക്കപ്പെട്ടത് ഒരു അനുയായി വൃന്ദം അവിടുത്തെ മുന്നിലിരുന്ന് കാത് കൂർപ്പിച്ച് കേൾക്കുകയും ഓരോ ചലനത്തിലും പകർത്തുകയും ചെയ്യുകയും അത് പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെടുകയും 1400 കൊല്ലം കഴിഞ്ഞിട്ടും രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോ എങ്ങനെ ഉറങ്ങണം, ആ ഉറങ്ങാൻ ഞാൻ എങ്ങനെ കിടക്കണം, അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഞാൻ എന്ത് ഉച്ചരിക്കണം, ആ ഉറക്കിൽ നിന്ന് ഉണരുമ്പോ എന്റെ നാവിൽ വരേണ്ടുന്ന വാക്ക് ഏതാണ്, ആ ചെരുപ്പ് അതിലേക്ക് ഞാൻ എന്റെ കാലെടുത്തു വെക്കുമ്പോ ഏത് കാൽ ആദ്യം വെക്കണം, അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോകുമ്പോ ഞാൻ ഏത് കാലെടുത്തു വെക്കണം, അവിടെ ഞാൻ എന്തു പറയണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കൃത്യമായി പകർത്താവുന്ന ഒരു മാതൃക, അത് രേഖപ്പെടുത്തപ്പെടുക, അത് അനുയായികളിൽ പകർത്തപ്പെടുക. നീ എന്തുകൊണ്ട് സഹോദര താടി നീട്ടിയതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഉണ്ടാവുക. സഹോദരി നിന്റെ വസ്ത്രം എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ക്യാമ്പസിലെ ബാക്കി എല്ലാവരും വ്യത്യസ്തരാകുമ്പോ നീ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി. ഓഫീസിലെ ബാക്കി എല്ലാവരിൽ നിന്നും നീ വ്യത്യസ്തനാകുന്നത് എന്തുകൊണ്ടാ? നീ ഇന്ന യൂണിയനിൽ അംഗമായത് കൊണ്ടല്ല, മറിച്ച് നീ കൈക്കൂലി വാങ്ങാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ, നീ വലത് കൈകൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ, നിന്റെ മേശപ്പുറം ഇത്ര വൃത്തിയുള്ളതായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ, ഏതൊരു കസ്റ്റമർ വന്നാലും എന്തുകൊണ്ട് നീ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ, നീയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആൾക്ക് 10-30 കൊല്ലക്കാലമായി ഇവിടെ ജോലി ചെയ്യുമ്പോഴും ഒരാൾക്കും എതിരഭിപ്രായം പറയാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, അതിനൊക്കെ ഈ മനുഷ്യന് നൽകാനുള്ള ഒരു മറുപടി ഒന്നു മാത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ സാധിക്കുന്നവർ വേറെയുണ്ടോ? അങ്ങനെ പകർത്തപ്പെടുന്ന വ്യക്തിത്വം വേറെയുണ്ടോ? ഇല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്നു, അഫ്ളലുൽ മുസ്ലിമീന റജുലൻ അഹ്യാ സുന്നതൻ മിൻ സുനനിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത് ഫസ്ബിറു യാ അസ്ഹാബസ് സുനൻ റഹിമകുമുല്ലാഹ് ഫഇന്നകും അഖല്ലുൻ നാസ്. അദ്ദേഹത്തിന്റെ വാക്കാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിച്ചിരിപ്പിക്കുന്നവനാണ്. സ്വന്തം ജീവിതത്തിൽ ആ സുന്നത്ത് നടപ്പാക്കുക, കൂടെയുള്ള ആളുകളോട് ആ സുന്നത്ത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, സുന്നത്തിന്റെ വക്താക്കളെ, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയട്ടെ. തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണ്. ഫഇന്നകും അഖല്ലുന്നാസ്. റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അഖല്ലുന്നാസ്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ വാക്കാണ്. ജനങ്ങളിൽ എന്നും ഒരു ന്യൂനപക്ഷമായിരിക്കും എന്നതാണ്. ആ ന്യൂനപക്ഷത്തിലാകണം നമ്മൾ. റബ്ബിനെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളിൽ. രണ്ടാമത്തേത്, എന്തുകൊണ്ട് പ്രവാചകനെ കുറിച്ച് പഠിക്കണം? എന്തുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യയെ, ആ പ്രവാചകന്റെ ചരിത്രത്തെ, സീറയെ നാം മനസ്സിലാക്കണം? കാരണം ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ
ബിൽ ബയ്യിനാതി വസ്സുബ്രി വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അല്ലാഹുവിന്റെ റസൂലിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. ആ ഖുർആനിന്റെ ബയാൻ, അതിന്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വചനത്തിനും റസൂലുള്ള എന്ത് വിശദീകരണം നൽകി, അത് കേട്ട സഹാബത്ത് എന്ത് മനസ്സിലാക്കി, ആ സഹാബത്ത് അതിന്റെ തഫ്സീർ എങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയാകണം. അവനവന്റെ ബുദ്ധിയും അതാത് കാലഘട്ടത്തിലെ അറിവിനും അനുസരിച്ചുള്ള വ്യാഖ്യാനമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതുകൊണ്ട് ആ റസൂലിനെ കുറിച്ച് പഠിച്ചെങ്കിലേ, മനസ്സിലാക്കിയെങ്കിലേ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. ആ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം റസൂലിന്റെ ഒരു വാക്ക് കൂടിയുണ്ട്. മിഖ്ദാദ് ഇബ്നു മഅദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അലാ, നിങ്ങൾ അറിയണം, ഇന്നി ഊതീതുൽ കിതാബ, എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അതുപോലുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ കൂടെ റസൂലുള്ള പറഞ്ഞത് അതിന് സമാനമായിട്ടുള്ളത് അതുപോലുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ വിശുദ്ധ ഖുർആൻ നൽകിയതിന്റെ കൂടെ അല്ലാഹു നൽകിയതാണ് റസൂലിന്റെ സുന്നത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഹദീസ് ഇസ്ലാമിക പ്രമാണത്തിന്റെ ആധാരശിലയായി വർത്തിക്കുന്നതാണ്. ആ ഹദീസിനെ അവഗണിക്കുക നമുക്ക് സാധ്യമല്ല. റസൂലുള്ളയുടെ വാക്കുകളെ നമുക്ക് അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. മൂന്നാമത്തേത്, എന്തുകൊണ്ട് ആ ജീവിതം പഠിക്കണം, ആ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഈമാൻ പൂർത്തിയാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഹാഷിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, കുന്നാ മഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ആയിരുന്നൊരു സമയത്ത് എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ലഹു ഉമർ യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, എല്ലാ വസ്തുക്കളും ഇല്ലാ മിൻ നഫ്സി, ഞങ്ങളെക്കാൾ ഒഴികെ, ഞങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങുന്നാണല്ലോ പ്രവാചകരെ ഞങ്ങൾക്ക്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. നിങ്ങളെക്കാൾ ഞാൻ പ്രിയപ്പെട്ടതാകുന്നവരെ, സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ റസൂലുള്ള പ്രിയപ്പെട്ടതാകുന്നവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഫഖാല ലഹു ഉമർ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഇപ്പോ അല്ലാഹുവാണ് സത്യം, എന്റെ ആത്മാവിനേക്കാൾ, എന്റെ ശരീരത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകരെ അങ്ങെന്നാണ്. ആ സമയത്ത് റസൂലുള്ള മറുപടി പറഞ്ഞു, അൽ ആന യാ ഉമർ. ഇമാം ബുഖാരി റളിയല്ലാഹു ധരിക്കുന്ന ഇപ്പോഴാണ് ഉമറേ ശരിയായി, ഇപ്പൊ പറഞ്ഞതാണ് സത്യം. നിങ്ങളുടെ സ്വന്തം നഫ്സിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഞാനായി തീരണം. ഒരു വിശ്വാസിക്ക് അങ്ങനെയാകണം. സ്വന്തം വികാരങ്ങളെക്കാൾ, സ്വന്തം താല്പര്യങ്ങളെക്കാൾ, സ്വന്തം ലാഭേച്ഛയേക്കാൾ റസൂലുള്ള വലുതാകണം. അപ്പോഴേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുന്ന വാക്ക് സത്യമായി തീരുകയുള്ളൂ എന്നതാണ്. കേവലം നാവുകൊണ്ട് പറയേണ്ടുന്ന ഒന്നല്ല ഷഹാദത്ത് കലിമ എന്നത്. ആ ഷഹാദത്ത് കലിമ നമ്മുടെ ജീവിതം അതിന്റെ സാക്ഷിയായി തീരണം. അതിനെന്തു വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം സ്വന്തത്തോടുള്ള സ്നേഹത്തെക്കാൾ വലുതായി തീരണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുഭവിച്ച സകല കഷ്ടപ്പാടും നമുക്ക് വേണ്ടിയാണ്. ആ സമൂഹത്തിൽ പലരും പലതും വെച്ച് നീട്ടിയിരുന്നു, പക്ഷേ പട്ടിണി കിടന്നു, യുദ്ധം നയിച്ചു, ഹിജ്റ നടത്തി. എല്ലാം എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിന്റെ സന്ദേശം എനിക്കും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന പായിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ പുറത്തുണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഖുറൈശ് ഗോത്രത്തിൽ ജനിച്ച പലരും, പല സ്ത്രീകളും തന്റെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന, സുന്ദരരൂപ
സ്വരൂപിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഭൗതിക സൗകര്യങ്ങളുടെ കൊട്ടാരത്തിൽ ജീവിക്കാമായിരുന്നു. അതിനു പകരം ശത്രുവിന്റെ കല്ലേറിനെ തെരഞ്ഞെടുത്തു, പീഡനങ്ങളെ തെരഞ്ഞെടുത്തു, ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചു. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിന്റെ മന്ത്രം, വിജയത്തിന്റെ മന്ത്രം അത് തകർന്നു പോകാതെ, നശിച്ചു പോകാതെ എനിക്കും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിനു വേണ്ടിയാണ്. ഹിജറയുടെ സന്ദർഭത്തിൽ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കയുടെ മണ്ണേ, എനിക്കേറ്റവും പ്രിയപ്പെട്ടത് നീയായിരുന്നു. ഈ ജനത എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് ഷേബു അബൂ താലിബ് എന്ന താഴ്വാരത്തിൽ ഒന്നല്ല രണ്ടല്ല പല ദിനങ്ങൾ ശത്രുക്കൾ പട്ടിണിക്കിട്ടു. സഹാബത്ത് പറഞ്ഞു, പച്ചില മാത്രം ഭക്ഷിച്ച കാരണത്താൽ ആടുകൾ കാഷ്ടിക്കുന്ന പോലെയാണ് ആ ദിവസങ്ങളിൽ ഞങ്ങൾ വിസർജനം നടത്തിയത് എന്ന്. നമുക്ക് വേണ്ടിയായിരുന്നു ആ പട്ടിണി, നമുക്ക് വേണ്ടിയായിരുന്നു ആ ത്യാഗം. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. ആ റസൂലുള്ളയെ അറിയുക, ആ റസൂലുള്ളയെ പഠിക്കുക, ആ റസൂലുള്ളയെ സ്നേഹിക്കുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. അള്ളാഹു നമ്മോട് കാണിച്ച വലിയ ഔദാര്യം അള്ളാഹുവിന്റെ കലാം ഖുർആൻ നമുക്ക് നൽകി എന്നതാണ്. റബ്ബിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് എന്താണ്? അത് ഖുർആനാണ് എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. റബ്ബ് നൽകിയ വലിയ മറ്റൊരു കാരുണ്യമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകി എന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിരക്ഷരനായ ഒരു വ്യക്തിയെ, നിരക്ഷരിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്കൊരു ദൂതനായി അയച്ചു തന്ന് അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിക്കൽപ്പിച്ച് അതുപയോഗിച്ച് നിങ്ങളെ സംസ്കരിച്ച് നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നവനാണ്. ആ വ്യക്തിത്വം, ആ റസൂലിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചത് അള്ളാഹുവാണ്. ആ ജനത കൃത്യമായ വഴികേടിലായിരുന്നു. ആ വഴികേടിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു തന്നിട്ട്, അങ്ങനെ ഒരു റസൂലിനെ ജീവിതത്തിൽ ലഭിച്ചിട്ട് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ എന്താണ് എന്ന് പഠിക്കാൻ സമയം കണ്ടെത്താതെ, ജീവിതത്തിന്റെ ഓരോ രംഗത്തും അവിടുത്തെ മാതൃക പകർത്താൻ തയ്യാറാകാതെ ഞാനും നിങ്ങളും മരിച്ചുപോയാൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരാരാണുള്ളത്? അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസിലൂടെ തിരുദൂതർ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. അവൻ നരകം ഉറപ്പാക്കിയിരിക്കുന്നു എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യതയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നത്, പഠിക്കുക എന്നത്, അവിടുത്തെ സ്നേഹിക്കുക എന്നത്. ആ സ്നേഹത്തിന്റെ മാതൃക അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്ത ഉമ്മത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ ആ റസൂലിന്റെ നേർക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ടവർ ഏറ്റുവാങ്ങിയത് ആ പ്രവാചക സ്നേഹത്തിന്റെ അതിമഹത്തായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാൾ അവർ സ്നേഹിച്ചത് കൊണ്ടാണ് പല പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും അതിനെയൊക്കെ അവഗണിച്ച്, പല ഭീഷണികളുണ്ടായിട്ടും അതിനെയൊക്കെ അവഗണിച്ച് ആ റസൂലുള്ള കൊണ്ടുവന്ന ദീനിനെ അവർ മുറുകെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലത്തും നമുക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യത ഇത് തന്നെയാണ്. ഇസ്ലാം ഇന്നും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നാനാഭാഗങ്ങളിൽ നിന്നും പ്രവാചകനെതിരെ, വിശുദ്ധ ഖുർആനെതിരെ ആരോപണങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി പഠിക്കുകയും പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത്തരം ആളുകൾക്ക് മറുപടി നൽകുകയും ചെയ്യുക എന്ന ബാധ്യത നമുക്കുണ്ട്. അതോടൊപ്പം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ട് ആ സുന്നത്തിനെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം. ഒപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ പരിശുദ്ധമായ സ്വർഗത്തിലെ ഉന്നതമായ ഫിർദൗസിൽ റസൂലിന്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യം, അതിനുവേണ്ടിയുള്ള ദുആ അത് നാം നിരന്തരമായി നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു ആ സൗഭാഗ്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ നാം ഉച്ചരിക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ വചനം അതിന്റെ ജീവിക്കുന്ന മാതൃകളാകാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്തു ഫത്ഹിലെ 29-ാമത്തെ ആയത്തിൽ ഏറ്റവും അവസാനത്തെ വചനം 48-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു അത് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ദാലിക മസലുഹും ഫിത് തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീൽ എന്നിങ്ങനെ അല്ലാഹു ആയത്ത് വിശദമായി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന മഅഹു, ആ റസൂലിന്റെ കൂടെയുള്ള റസൂലിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ആളുകളും അവരുടെ പ്രത്യേകത അല്ലാഹുവോട് എടുത്തു പറയുന്നത് അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കടുത്ത നിലപാടുള്ളവരായിരുന്നു അവർ എന്നതാണ്. കുഫ്റിനോടുള്ള ശക്തമായ വിയോജിപ്പ്, കുഫ്റിനോടുള്ള എതിർപ്പ് അതൊരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാകണം. കാരണം ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. കുഫ്റിൽ അകപ്പെടുക, അങ്ങനെ കാഫിറായി മരിക്കുക, അല്ലാഹുവിന്റെ ശാപവും മുഴുവൻ മലക്കുകളുടെ ശാപവും മുഴുവൻ മനുഷ്യരുടെ ശാപവും അത്തരം ആളുകൾക്കുണ്ടാകുമെന്നാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുഫ്റിനോട്, സത്യനിഷേധത്തോട് അതിശക്തമായ വിയോജിപ്പും എതിർപ്പും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കുന്ന ആളുകൾക്കുണ്ടാകണം. ഒപ്പം റഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യത്തിൽ വർത്തിക്കുന്നവരായിരുന്നവർ, കാരുണ്യത്തിന്റെ തിരുദൂതരാണ്. ലോകത്ത് ജീവിച്ചുപോയ മഹൽ വ്യക്തിത്വങ്ങളിൽ ഉന്നതമായ ആ വ്യക്തിത്വം എന്താണ് കാരുണ്യമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു നിരവധി വരുന്ന ഉദാഹരണങ്ങളിലൂടെ. അങ്ങേറ്റം പീഡിപ്പിച്ച ആളുകൾ പിന്നീട് മക്കാ വിജയത്തെ തുടർന്ന് തന്റെ കീഴിലായി തീർന്നപ്പോ ഇത് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമായിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞപ്പോ അല്ല, ഇത് കാരുണ്യത്തിന്റെ ദിവസ, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് മാപ്പ് നൽകിയൊരു മാതൃക ലോകത്തിന്റെ മുമ്പിൽ സമാനമായി കാണുക പ്രയാസമാണ്. പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് തിരുദൂതരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ വേണ്ടി ഒരാൾ കടന്നു വന്നപ്പോ തള്ളപ്പക്ഷി തലക്ക് മുകളിൽ പാറി നടക്കുന്നത് കണ്ടപ്പോ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി വെക്കൂ എന്ന് പറഞ്ഞ സഹജീവികളോട് കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യം വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഉണ്ടാകണം. അവന്റെ പട്ടിണി എന്റെ പട്ടിണിയാകുമ്പോ, അവന്റെ കണ്ണീർ എന്റെ കണ്ണീരാകുമ്പോ, അവന്റെ രോഗം എന്റെ രോഗമായി എനിക്ക് അനുഭവപ്പെടുമ്പോഴേ ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി മാറുന്നുള്ളൂ. റുഹമാഉ ബൈനഹും നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയണം, അവിടുത്തെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണം. ആ പ്രാർത്ഥന വിശ്വാസിയിൽ എപ്പോഴും ഉണ്ടാകണം. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ. ആരായിരുന്നവര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മകളാണ്. ഹിന്ദ് ബിൻത് അബി താലിബ് എന്നാണ് അവരുടെ പേരായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നവര്, പ്രായത്തിൽ തന്നെക്കാൾ ഏറെ മൂത്തൊരു സ്ത്രീയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അവരെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇസ്രാ സംഭവിച്ചത് റസൂലുള്ളാഹി മസ്ജിദുൽ ഹറാമിൽ കിടക്കുമ്പോഴാണെന്നുണ്ട്. മറ്റു ചില അഭിപ്രായങ്ങളിൽ ഉമ്മുഹാനിയുടെ വീട്ടിൽ ഉറങ്ങുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ്
ഈ സ്ത്രീ. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹായെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാണാൻ വേണ്ടി പോകുമായിരുന്നു. മൂത്താപ്പയുടെ മകളാണ്, പ്രായത്തിൽ തന്നെക്കാൾ വളരെ മൂത്തൊരു സഹോദരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഈ ചര്യ പിന്തുടർന്നുകൊണ്ട് റസൂലിന്റെ വഫാത്തിന് ശേഷം ഒരു ദിവസം ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹായെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇരുവരും ചോദിച്ചു, എന്താണ് സഹോദരി താങ്കൾ കരയുന്നത്? അതിനവർ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, ആകാശത്ത് നിന്ന് വഹി നിലച്ചുപോയല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ വഹ്യ്, അർശുടയവനായ റബ്ബിന്റെ വഹ്യ് ഭൂമിയിലേക്ക് വന്നിരുന്നു. തിരുദൂതരുടെ വഫാത്തോടുകൂടി അത് നിലച്ചുപോയല്ലോ, അതോർത്താണ് ഞാൻ കരയുന്നത് എന്ന്. സഹോദരങ്ങളെ, ആ വഹ്യ് ഭൂമിയിലേക്ക് എത്തിയത് റസൂലുള്ളയിലൂടെയാണ്. സ്വർഗമെന്ത് നരകമെന്ത് എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചത് റസൂലുള്ളയിലൂടെയാണ്. ശരിയേത് തെറ്റ് ഏത് എന്ന് ജീവിതത്തിന്റെ ഓരോ രംഗത്തും വരച്ചു കാണിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അതുകൊണ്ട് ഓർക്കുമ്പോൾ നമുക്ക് കണ്ണീര് വരണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ റസൂലിന്റെ വഫാത്തിന് ശേഷം ബാങ്കൊലി ഉയർത്താൻ കഴിയാതെ പോയ, അശ്ഹദു അന്ന എന്ന് പറഞ്ഞാൽ മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ തൊണ്ടെഴുതിപ്പോയത് നമുക്ക് പ്രസംഗിക്കാനുള്ളതല്ല. ജീവിതത്തിൽ ആ സ്നേഹം അടുത്തറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് റസൂലിനെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കണം. ആ റസൂലിനെ ആരെങ്കിലും ചീത്ത പറയുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കണം. അല്ല, അതിന് പകരം ഇസ്ലാം ഇതാണ്, റസൂലുള്ള കൊണ്ടുവന്ന ആദർശം ഇതാണ്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്ത് പ്രജ്വലമായി നിൽക്കുന്ന ആദർശം ഇതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതാണ് യഥാർത്ഥമായ സ്നേഹം എന്നത്. അതിലുപരി പിൽക്കാലത്ത് കാട്ടിക്കൂട്ടപ്പെട്ട, ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഭക്ഷണമുണ്ടാക്കിയും ജാഥ നടത്തിയും വികാരം പ്രകടിപ്പിച്ചുമുള്ള സ്നേഹമല്ല യഥാർത്ഥമായ പ്രവാചക സ്നേഹം. അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സുന്നത്തിനോടുള്ള സ്നേഹമാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യയെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ്. അനുബന്ധമായ മറ്റൊന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്താണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ. ഇമാം മുസ്ലിം റളിയല്ലാഹു ധരിക്കുന്ന ഹദീസ്. റസൂലുള്ള പറഞ്ഞു, എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 പ്രതിഫലം നൽകും. റബ്ബിൽ നിന്നുള്ള 10 രക്ഷകൾ, സമാധാനം ലഭിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരായി, മറ്റു സന്ദർഭങ്ങളിൽ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, എന്റെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഒരടിമ റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു അത് നൽകാതിരിക്കില്ല. അത് സ്വലാത്തിന്റെ മഹത്വമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിധത്തിൽ സ്വലാത്ത് ചൊല്ലുന്നവരാവുക നമ്മൾ. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. ഓരോ ചലനത്തിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ആ റസൂലുള്ളാഹിയെ സ്നേഹിച്ചുകൊണ്ട് ആ മാതൃക പകർത്താനുള്ള ശ്രമവുമായി നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ ഈ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ സംസ്കരിച്ച് അവരെ കൃത്യമായി ദീനിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുക. ബിദ്അത്തുകൾ അത് ഇസ്ലാമിനോട് കാണിക്കുന്ന ശത്രുതയാണ് എന്ന് നാം തിരിച്ചറിയുക. ബിദ്അത്തുകളെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിന്റെ നായലയലത്തേക്ക് അതെത്താത്ത വിധത്തിൽ സൂക്ഷ്മത പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, റസൂലിനെ സ്നേഹിക്കുന്ന, അക്കാരണത്താൽ പരലോകത്ത് രക്ഷയും സമാധാനവും ലഭിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ദീനീ പഠനത്തിലുള്ള നമ്മുടെ ഈ സംവിധാനം, ഈ പള്ളിക്ക് അനുബന്ധമായി ഒരു മദ്രസ എന്ന നമ്മുടെ സ്വപ്നമാണ്. ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മദ്രസ. പക്ഷേ സൗകര്യമായ, കൂടുതൽ വിപുലമായ ഒരു സജ്ജീകരണം ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാവുന്ന പോലെ വലിയ വില കൊടുത്ത് നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ ഇൻഷാ അല്ലാഹ് ഈ മാസം പൂർത്തീകരിക്കണം. നേരത്തെ ഓഫർ ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ സ്ഥാനമുറപ്പാക്കുന്ന ഒരു ജാരിയായ സദഖ എന്നുള്ള നിലക്ക് കഴിവിന്റെ പരമാവധി ഇനിയും ആ ഒരു സംരംഭത്തിലേക്ക് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ദീന് ഹയാത്താക്കുന്ന ശ്രമമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സുന്നത്ത് ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവനാണ്. അതുകൊണ്ട് സ്വയം നമ്മൾ പഠിക്കുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ദീന് പ്രബോധനം ചെയ്യാനുള്ള അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിന്റെ ഒരു മാതൃകയാകാൻ ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കുക. അതിനുള്ള ഈമാനും അതിനുള്ള തൗഫീഖും അതിനുള്ള ഇൽമും നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
والأموات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة اللهم إنك أنت الوهاب اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم اخذل من خذل دين محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.